വയനാട് ദുരിതബാധിത കടം എഴുതിത്തള്ളുന്നത് ധനകാര്യ മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണ് എന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. തീരുമാനം അറിയിക്കാൻ ഒരാഴ്ച കൂടി സമയം വേണമെന്ന് ആവശ്യപ്പെട്ട കേന്ദ്രത്തിനോട് ദുരന്തത്തിന് ഒരാണ്ട് കഴിഞ്ഞുവെന്ന് കോടതി ഓർമ്മിപ്പിക്കേണ്ടി വന്നു. കടം എഴുതിത്തള്ളിയ കേരള ബാങ്കിന്റെ മാതൃക കേന്ദ്രത്തിന് സ്വീകരിക്കാമെന്നും കോടതി പറഞ്ഞു. ബിനിലാണ് വിവരങ്ങളുമായി. ബിനിൽ, ഒരാണ്ട് തികഞ്ഞു എന്നത് നമ്മളുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും ഒക്കെ ഈ പുനരധിവാസത്തിന്റെ നിരവധി ഘട്ടങ്ങളിൽ നിരവധി കാര്യങ്ങളിൽ പ്രതിസന്ധി വരുമ്പോൾ കോടതി ഇപ്പോൾ കർശന സ്വരം ഉയർത്തിയത് എന്തുകൊണ്ടാണ്? എങ്ങനെയായിരുന്നു കോടതിയിലെ സംഭവങ്ങൾ? രതീഷ്, ഈ വയനാട് ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം നമ്മളിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. പക്ഷേ അതുപോലൊപ്പം തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊരു കാര്യമാണ് അവരുടെ കടം എഴുതിത്തള്ളുക എന്നത്. കാരണം എല്ലാ ഉപജീവന മാർഗങ്ങളും നശിച്ച ആൾക്കാരാണ് അവിടെയുള്ളത്. അവരുടെ വായ്പ എഴുതിത്തള്ളുക എന്നത് മനുഷ്യത്വപരമായ ഒരു കാര്യമാണ്. അക്കാര്യത്തിലാണ് ഒരു വർഷം കഴിഞ്ഞിട്ടും ഒരു തീരുമാനമില്ലാത്തത്. അതിലുള്ള ഒരു അമർഷം തന്നെയാണ് ഇന്ന് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനെ അറിയിച്ചത്. ആ ദുരന്തം കഴിഞ്ഞ് ഒരാണ്ട് പിന്നിടുന്നു, അപ്പോഴും നിങ്ങൾക്ക് ആ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്ന് കോടതി കേന്ദ്ര സർക്കാരിനെ ചൂണ്ടിക്കാണിച്ച വിഷയം. എന്തായാലും ഇപ്പോൾ ഇത് ധനകാര്യ മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണ് എന്നതാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഈ കടം എഴുതി തള്ളുന്ന കാര്യത്തിൽ അത്ര ഒരു അനുകൂലമായ ഒരു സമീപനം കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ ഭാഗത്തില്ല. പക്ഷേ ഹൈക്കോടതി അക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ കേസ് ഇതുവരെ എത്തി നിൽക്കുന്നത്. അതായത് ഈ ധനകാര്യ മന്ത്രാലയത്തിന്റെ പരിഗണനയിൽ വരെ എത്തി നിൽക്കുന്നത്. അടുത്ത ആഴ്ച എന്തായാലും ഒരു തീരുമാനം അറിയിക്കാം എന്നൊരു ഉറപ്പാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ഹൈക്കോടതി ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചത്. നേരത്തെ കേരള ബാങ്ക് ഈ ദുരിതബാധിതരുടെ കടം എഴുതി തള്ളിയിരുന്നു. അതേ മാതൃക നിങ്ങൾക്കും പിന്തുടരാവുന്നതാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി കോടതി നടത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ഇന്ന് കോടതിയിൽ പറഞ്ഞത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും, അതായത് കടം എഴുതി തള്ളാനാണെങ്കിലും അല്ലെങ്കിലും ഉടനൊരു തീരുമാനമെടുത്ത് അറിയിക്കണം എന്ന നിലപാട് സംസ്ഥാന സർക്കാരും ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വയനാട് ദുരന്തബാധിതരുടെ കടമെഴുതി തള്ളുന്ന കാര്യത്തിൽ ഒരു തീരുമാനം അടുത്ത ആഴ്ച വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർ ഒരാണ്ട് തികയുമ്പോഴും പലവിധ പ്രതിസന്ധികളിലൂടെ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കടം എഴുതിത്തള്ളുന്ന കാര്യത്തിൽ ഒരു തീരുമാനം, അത് എഴുതിത്തള്ളുകയാണെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ അങ്ങനെ, അതെങ്കിലും എടുക്കണ്ടേ? ഒരു കൊല്ലം കഴിഞ്ഞില്ലേ എന്നതാണ് കോടതിയുടെ ചോദ്യം. ആ വിവരങ്ങളാണ് ബിനിൽ കൊച്ചിയിൽ നിന്ന് നൽകിയത്.